ഹായ് ഓൾ. ഞാനൊരു ഗൗരവമേറിയൊരു വിഷയം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ പോലെ തന്നെ വർഗീയത വളരെയധികമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ കൊടുങ്ങല്ലൂർ ചാപ്പാറ എന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ പോയി. അപ്പോൾ കാറിലാണ് ഞാൻ പോയത്. കാറ് പാർക്ക് ചെയ്യാൻ പള്ളിയുടെ പരിസരത്ത് സ്ഥലം കിട്ടാത്തത് കൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് ഞാൻ കയറ്റി അവിടുത്തെ ഒരു ഷെഡിൽ പാർക്ക് ചെയ്തു. അവിടെ 2 ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ക്ലിനിക്കായിരിക്കുമെന്ന്. അപ്പോൾ ഞാനപ്പോൾ നോക്കിയപ്പോൾ കുറേ പാർക്കിംഗ് സ്പേസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു ക്ലിനിക്കാന്ന് വിചാരിച്ച് അവിടെ പാർക്ക് ചെയ്തു, ലോക്ക് ചെയ്ത് പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നു. അതുവരെ ഗേറ്റ് തുറന്നെടുക്കായിരുന്നു. അപ്പോൾ ഞാൻ ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ ഒരാൾ വന്നു എന്നോട് ചോദിച്ചു, എന്താ? വണ്ടി എടുക്കാനാണ്. അപ്പോൾ ഇത് താനെന്താ വൃത്തികേട് കാണിച്ചത്? ഒരാളുടെ വീട്ടിലാണോ വന്ന് പാർക്ക് ചെയ്യാൻ? എനിക്കറിയാതെ പറ്റിപ്പോയതാണ്. ഞാൻ വിചാരിച്ചു ഇത് ഒരു ക്ലിനിക്കായിരിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ പാർക്ക് ചെയ്തതാണ്. ആ സമയത്ത് ആരും അവിടെ കണ്ടില്ല. അതുകൊണ്ട് പള്ളിക്ക് സമയമായതുകൊണ്ട് വേഗം ജുമാ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി. തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം. അതുകൊണ്ട് ഞാൻ അറിയാതെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ആ ഗേറ്റ് തുറന്നു തന്നു. പിന്നെ അകത്ത് ചെന്നപ്പോൾ 2-3-4 പേര്, 5 പേരോളം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കാറെടുത്ത് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് അതിലെ ഒരു മുതിർന്ന ഒരാൾ, വയസ്സായ ആൾ, കഴിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ആ കഴിച്ച കൈ കൊണ്ട് തന്നെ ഓടി വന്നിട്ട് എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ആ കാറുമൊക്കെ ഇട്ട് തല്ലി. എന്നിട്ട് ചോദിച്ചു എന്നോട്, നീ എന്ത് വൃത്തികേടാണ് ഈ കാണിച്ചത്? ഞാൻ പറഞ്ഞു, ഞാൻ ആ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തെറ്റ് പറ്റിയതാണ്, അറിയാതെ സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒറ്റവാക്കി പറഞ്ഞാൽ തീരാവുന്നതാണോടാ നിൻ്റെ ഈ തോന്നിയാസം? ഞാൻ ഇത് പോലീസിനെ ഏൽപ്പിക്കേണ്ടതാണ്. നീ എന്ത് വിചാരിച്ചു? ഇത് അക്രമല്ലേ? ഇവിടെ എത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ളതാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ട നീ തരുമോ? ഇങ്ങനെയൊക്കെ ചോദിച്ച് വളരെ മോശമായ രീതിയിൽ എന്നോട് പെരുമാറി. അദ്ദേഹം ഒരു അന്യമതത്തിൽപ്പെട്ട ആളാണ്, ഞാൻ വേറെ മതത്തിൽ. ഈ മതത്തിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. ഞാനിപ്പോൾ പള്ളിയിൽ പോയെന്ന് പറഞ്ഞതുകൊണ്ടാണോ ഇത്രയും ഇത് വന്നത് എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് സംഭവിച്ച കാര്യമാണ്.